മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഷാനവാസിന്റെ പുറത്തുള്ള ഫാൻസ് പവറിനെ ആദിലയ്ക്കും നൂറയ്ക്കും ചെറിയൊരു ഭയമൊക്കെയുണ്ട്. ഷാനവാസുമായിട്ട് ഉടക്കുന്നത് ആദിലയുടെയും നൂറയുടെയും ബിഗ് ബോസ് ഹൗസിലുള്ള നിലനിൽപ്പിനെ ബാധിക്കുമെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർക്ക് മനസ്സിലാവാൻ കാരണം ഇന്നലത്തെ ലക്ഷ്മിയുടെ ഉപദേശം തന്നെയാണ്. ലക്ഷ്മി ഇന്നലെ ആദിലയോട് പറഞ്ഞിരുന്നു, ഷാനവാസിനെ വെറുപ്പിക്കേണ്ട, ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കത് ദോഷം ചെയ്യും, പുറത്ത് നല്ല ഫാൻസ് പവർ ഉള്ള ആളാണ് ഷാനവാസ് എന്നൊക്കെ. എന്തായാലും ലക്ഷ്മിയുടെ ആ ഉപദേശം വെറുതെ ആയില്ല, ഫലിച്ച മട്ടാണിപ്പോൾ. കാരണം രാവിലെ തന്നെ ഷാനവാസുമായിട്ട് അടുക്കാനുള്ള ശ്രമത്തിലാണ് ആദില. രാവിലെ അനീഷും ഷാനവാസും പൊരിഞ്ഞടിയായിരുന്നു. ആ സമയത്ത് ആദിലയും നൂറയൊക്കെ ഗാർഡൻ ഏരിയയിൽ ഉണ്ടായിരുന്നു. അനീഷുമായിട്ടുള്ള ആ ഒരു വഴക്ക് തണുത്ത ഒരു സമയത്ത് ആദില ഷാനവാസിനെ മാറ്റി നിർത്തി സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ഇക്കയ്ക്ക് ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് നേരിട്ട് പറയാം, അല്ലാതെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കരുത്. നമ്മളെ പിച്ച് ചീന്താൻ വേണ്ടി അക്ബറിന്റെ മുമ്പിൽ ഓരോന്നും ഇട്ടുകൊടുക്കരുത്. ഇക്കയുടെ ഫാൻസ് പവർ കണ്ടിട്ടല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത്. ഇക്കയ്ക്ക് പുറത്ത് ഫാൻസ് പവർ ഉണ്ട് എന്ന് അറിയുന്നതിന് മുമ്പേ നമ്മൾ തമ്മിൽ ഒരു ബോണ്ടുണ്ട്. ഇവിടെ പലരും പുറത്തുള്ള ഫാൻസ് പവർ കണ്ടിട്ടാണ് പലരുമായും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ മൂന്നുപേരും അങ്ങനെയല്ല. ഇതൊരു ഗെയിമാണ്. ഇവിടെ പലതും സംഭവിക്കും. വേണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം തുടരാം. ഇവിടെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിൽക്കാം, അല്ലാതെ ഇങ്ങനെ മിണ്ടാതൊന്നും ഇരിക്കരുതെന്ന് പറയുന്നു. അവൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ നല്ല ഒരു ഗെയിമറൊന്നുമല്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ. കാരണം ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച എൻ്റെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടുമോ എന്ന് എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് നെവീൻ്റെ കേസിൽ ഞാൻ ഇടപെട്ടതും ബലിയാടായതുമൊക്കെ. ഷാനവാസിന് ഇപ്പോഴും ഇത്രയും സങ്കടം വരാൻ കാരണം ഇന്നലെ ആദിലയോ നൂറയോ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ്. പക്ഷേ ആദില ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന്. ആദില ഇപ്പോഴും പറയുന്നത്, ഞാൻ വേറെ രണ്ടുപേരെയാണ് ചെയ്തത്, ഷാനവാസിക്ക് ചെയ്തിട്ടില്ലെന്നാണ്. ആദിലയും നൂറയും ഓൾറെഡി മക്കളായി കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ആദില സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഷാനവാസ് ഇന്നലെ വരെ കൊണ്ടുവച്ച ആ ഒരു ദേഷ്യവും വാശിയും ഒക്കെ വിട്ട് ആദിലയോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. ആദില പറയുന്നതൊക്കെ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആദില പറയുന്നുണ്ട്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വിട്ടേക്കൂ, ഇതൊരു ഗെയിമാണ്. ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കേണ്ടി വരും, നോമിനേഷൻ ചെയ്യേണ്ടി വരും. അതൊന്നും മനസ്സിൽ വെക്കണ്ട. അത് ഷാനവാസിക്കയുടെ ഗെയിമിനെ വീക്കാക്കും. ഇന്നലെയും കൂടി ഷാനവാസിനെതിരെ സംസാരിക്കാൻ പദ്ധതി ഇട്ടവരാണ് ആദിലയും നൂറയും ഒക്കെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാനും വീണ്ടും ഷാനവാസിനോട് അടുക്കാനും കാരണം ഇവർ തമ്മിലുള്ള ഒരു അച്ഛൻ മകൾ ബോണ്ടിനേക്കാൾ ഉപരി ലക്ഷ്മിയുടെ ഉപദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിമിന് വേണ്ടി ഷാനവാസുമായിട്ടുള്ള ആ ഒരു ബോണ്ട് യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.